ഹായ് ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരാണ് കുടിയെടുപ്പുകാരൻ, അല്ലെങ്കിൽ കുടിയെടുപ്പുകാരനാവണമെങ്കിൽ അയാൾ മീറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ആരാണ് കുടിയെടുപ്പുകാരനെന്ന് നോക്കാം. അപ്പോൾ കുടിയെടുപ്പുകാരൻ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു ലാൻഡോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു വീടോ ഇല്ലാത്ത ഒരു വ്യക്തി കുടിയെടുപ്പുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരാളുടെ പെർമിഷൻ വഴി അയാളുടെ വീട്ടിൽ റെൻറ്റിനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ താമസിക്കാവുന്നതാണ്. പിന്നെ അയാൾക്കിപ്പോൾ സ്ഥലം ഉണ്ടെങ്കിൽ കൂടി, അതായത് ഒരു കുടിയെടുപ്പുകാരന് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കൂടി ആ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആക്ട് പ്രകാരം പറയുന്ന ആ ഒരു കുറച്ച് ഏരിയാസ് ഉണ്ട്, ആ ഒരു ഏരിയയിൽ കൂടാൻ പാടില്ല. ആ ഏരിയയിൽ കുറവാണെങ്കിൽ മാത്രമാണ് അയാൾ ഒരു കുടിയെടുപ്പുകാരനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അത് നമ്മളിനി മുന്നോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി കുടിയെടുപ്പുകാരനാവാനുള്ള കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് സ്വന്തമായിട്ടൊരു ലാൻഡോ അല്ലെങ്കിൽ ഹൗസ് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല വേറൊരു ലാൻഡ് ഓണറിൻ്റെ പെർമിഷൻ വഴി ആ ലാൻഡ് ഓണറിൻ്റെ സ്ഥലത്ത് അവർക്ക് വീട് വയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ഇവർക്ക് താമസിക്കാൻ സാധിക്കും. ഇനി ആരാണ് അല്ലെങ്കിൽ എന്ത് കണ്ടീഷൻസിലാണ് ഒരാൾ കുടിയെടുപ്പുകാരനല്ലാതാവുന്നത് നോക്കാം. ഒന്ന്, ഇപ്പോൾ മേജർ സിറ്റീസ് ആണ് അല്ലെങ്കിൽ മേജർ മുനിസിപ്പാലിറ്റി ഒക്കെ ആണെങ്കിൽ അവിടെ 3 സെൻറ്റിൽ കൂടുതൽ ലാൻഡുള്ള ഒരാൾ കുടിയെടുപ്പുകാരനാവില്ല. പിന്നെ മേജർ മുനിസിപ്പാലിറ്റി അല്ലാത്ത മുനിസിപ്പാലിറ്റികളിലൊക്കെ 5 സെൻറ്റിൽ കൂടുതൽ ലാൻഡ് ഉണ്ടെങ്കിൽ അയാൾ കുടിയെടുപ്പുകാരനാവില്ല. അതേപോലെ ഇപ്പോൾ പഞ്ചായത്ത്, അതേപോലെ വേറെ ടൗൺ ഏരിയാസൊക്കെ ആണെങ്കിൽ അവിടെ 10 സെൻറ്റിൽ കൂടുതൽ ലാൻഡ് ഉണ്ടെങ്കിൽ അയാളൊരു കുടിയെടുപ്പുകാരനായിട്ട് കൺസിഡർ ചെയ്യില്ല. വേറെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ പേഴ്സണിന് സ്വന്തമായിട്ടൊരു ഗവൺമെൻറ് ലാൻഡ് ഉണ്ടെങ്കിൽ അയാളൊരു കുടിയെടുപ്പുകാരനാവില്ല. അതേപോലെ നേരത്തെ പറഞ്ഞ ഒരു ലിമിറ്റിൽ കൂടുതൽ ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളൊരു കുടിയെടുപ്പുകാരനാവില്ല. പിന്നെ വേറൊരാൾ ഇവർക്ക് ഹട്ട് പണിത് കൊടുത്തെങ്കിൽ അത് പണിയുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് 750 കൂടുതലായെങ്കിൽ അവരെയും കുടിയെടുപ്പുകാരനായിട്ട് കൺസിഡർ ചെയ്യില്ല. പിന്നെ പറയുന്നത് ഇപ്പോൾ അയാൾ ആ ഒരു പണിയുന്ന സമയത്ത് 5 രൂപ പെർ മന്ത് റെൻറ്റ് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ളവരെയും കുടിയെടുപ്പുകാരൻ എന്നുള്ളൊരു ഇതിൽ പെടുത്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നോ യുവർ ലോ, സ്റ്റേ ഇൻഫോംഡ്.